പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ ഇതിനെ ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് പ്രത്യേകമായിട്ടൊരു പ്രയർ റിക്വസ്റ്റാണ്. ഇന്ന് 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ പോട്ട ആശ്രമത്തിൽ കയറും. അപ്പോൾ ലൈവ് ശുശ്രൂഷയാണ്. പോട്ട വിഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ലൈവ് ശുശ്രൂഷയാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർത്തേക്കണം. കാരണം ഓൺലൈനിൽ തിന്മ പെരുകുന്നതിനെ പോലെ തന്നെ വചന ശുശ്രൂഷകൾ അതിശക്തമായിട്ട് നിർവഹിക്കുമ്പോൾ സ്വർഗീയമായ കൃപകൾ നമ്മെ തേടിയെത്തും. അതുകൊണ്ട് ഓൺലൈൻ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് ഇന്നത്തെ പോട്ടയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സുഭാഷിത പുസ്തകം 16:32. അവിടെ വചനം പറയാണ്, ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. എന്താ പറയുന്നത്? ക്ഷമാശീലൻ കരുത്തനേക്കാൾ. അതായത് നമുക്കൊന്ന് ക്ഷമയോടെ കേൾക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള വിഷയം പൊട്ടിത്തെറിക്കുകയാണ്. നമ്മൾ മീറ്റിങ്ങിനൊക്കെ ചില മീറ്റിങ്ങുകളൊക്കെ ഞാൻ പള്ളിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് മീറ്റിങ്ങിനൊക്കെ ചില മനുഷ്യർ കയറി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബഹളമാണ്. ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കാൻ ഇല്ല, ഞാനത് ചെയ്യില്ല, ഞാനിന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഞാൻ നോമ്പെടുത്തേക്കാണ്, ഞാൻ ഇന്ന് മൊബൈൽ തൊടില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന സൈറ്റിൽ കാണില്ല, ഞാൻ ഇന്ന് മദ്യപിക്കില്ല. അത് തീരുമാനമാണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് എന്ന വചനം പറയുമ്പോൾ നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ 2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്ഷമ, കർത്താവ് എനിക്കില്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കർത്താവ് ഈ 2 മേഖലകളിലും എനിക്ക് കൃപ വർഷിക്കണമേ, കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.